കുളിക്കാനിറങ്ങിയ തിങ്ങാൻ ചെറിയൊരു മാജിക് ഉപയോഗിച്ച് അതിലേക്ക് കുറെ പൂക്കളൊക്കെ വരുത്തിക്കുന്നുണ്ട്. അതിനുശേഷം അവൾ റിലാക്സ് ചെയ്ത് അവിടെ നിന്ന് ചെറുതായി മയങ്ങുന്നു. ആ സമയത്ത് അവളുടെ സ്പിരിറ്റ് സെൻസിന് മുമ്പത്തെ പോലെ പറന്നു നടക്കാൻ പറ്റുന്നുണ്ട്. അവളുടെ ഇപ്പോഴത്തെ ഓർമ്മയിൽ ആദ്യമായിട്ടാണല്ലോ അവൾക്ക് ഇങ്ങനെ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൾ നന്നായി എൻജോയ് ചെയ്ത് ചുറ്റും ഓടി നടന്ന് കാണുന്നു. പക്ഷേ കുറച്ച് മുന്നോട്ട് ചെന്നപ്പോൾ ഒരു ബാരിയർ പിന്നീട് മുന്നോട്ട് പോകാൻ കഴിയാതെ അവളെ തടയുന്നുണ്ട്. എന്താണ് അങ്ങനെ സംഭവിച്ചതെന്ന് മനസ്സിലാവാതെ അവൾ അന്തം വിട്ട് നിൽക്കുമ്പോഴാണ് ഇനി അങ്ങോട്ട് പോകുന്നത് അപകടമാണ് എന്ന് സിമാജിയാബോ പറയുന്നത് അവൾ കേട്ടത്. അങ്ങനെ അവൾ കണ്ണു തുറക്കുന്നു. അവൻ ആ കുളത്തിൻ്റെ അടുത്ത് തന്നെ ഇരിപ്പുണ്ടായിരുന്നു. ഇനിയും മുന്നോട്ട് പോകുന്നത് സേഫ് അല്ല, അതുകൊണ്ട് ഞാനാണ് അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ ബാരിയർ ഉണ്ടാക്കിയതെന്ന് അവൻ അവളോട് പറയുന്നു. ഇത് കേട്ടപ്പോൾ മുമ്പ് ഇതേപോലെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ളതായി അവൾക്ക് ഫീൽ ചെയ്യുന്നു. അങ്ങനെ അവൾ അതിനെപ്പറ്റി ചോദിക്കുന്നുണ്ട്. മുമ്പ് നീ ഒരു തവണ എൻ്റെ ബ്ലഡ് കുടിച്ചിരുന്നു, അങ്ങനെ നിൻ്റെ കൾട്ടിവേഷൻ ലെവൽ ഒരുപാട് ഉയർന്നിരുന്നു. ആ സമയത്ത് നിനക്ക് ഇതേപോലെ സ്പിരിറ്റ് സെൻസ് ഉപയോഗിച്ച് യാത്ര ചെയ്യാൻ പറ്റുമായിരുന്നു. അന്നും ഇതേപോലെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്ന് അവൻ പറഞ്ഞു കൊടുക്കുന്നു. അപ്പോഴാണ് തൻ്റെ സോൾമാനറിനുള്ളിൽ അവൻ്റെ ബ്ലഡ് സീൽ ബ്ലൂം പോലെയുള്ള ഒരു ഫ്ലവർ കണ്ടതിനെ പറ്റി അവൾ ചോദിച്ചത്. അതെങ്ങനെ അവിടെ വന്നുവെന്ന് അവൾ സംശയിക്കുന്നു. അത് കണ്ടപ്പോൾ നീ പേടിച്ചു പോയോ? അതിൻ്റെ അർത്ഥം എന്താണെന്ന് നിനക്കറിയാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവൻ അവളുടെ അടുത്തേക്ക് എഴുന്നേറ്റ് ചെല്ലുന്നുണ്ട്. എനിക്ക് പേടിയൊന്നും തോന്നിയില്ല എന്നാണ് അവൾ പറഞ്ഞത്. ചില സമയത്ത് നിന്റെ മൈൻഡ് വോയിസ് പോലും എനിക്ക് കേൾക്കാൻ സാധിക്കുമായിരുന്നു. ഇപ്പോഴും നീ മനസ്സിൽ പറയുന്നത് എന്താണെന്ന് എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. നിനക്ക് എൻ്റെ അടുത്ത് നിന്ന് അകന്ന് പോകണമെന്ന് തോന്നിയാലും ചിലപ്പോൾ അതിന് സാധിച്ചിരുന്നില്ലല്ലോ. എന്നെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യണം എന്നല്ലേ നിനക്ക് തോന്നിക്കൊണ്ടിരുന്നത്? അതിനൊക്കെ കാരണം എൻ്റെ ഒരു ഫ്ലവർ നിന്റെ സോൾ മാനറിനുള്ളിലുള്ളതാണ് എന്നവൻ പറയുന്നു. തങ്ങളുടെ റിലേഷൻ എത്രത്തോളം ഡീപ്പായിരുന്നുവെന്ന് അവൾക്ക് ഏകദേശം ഐഡിയ കിട്ടുന്നുണ്ട്. എന്നാലും നമ്മൾ തമ്മിൽ എത്രമാത്രം അടുപ്പത്തിലായിരുന്നുവെന്ന് അവൾ ചോദിക്കുന്നു. നീ വിചാരിക്കുന്നത് പോലെ തന്നെയാണ് കാര്യങ്ങളെന്ന് അവൻ പറഞ്ഞപ്പോൾ മനസ്സിലാവാത്തതുപോലെ എങ്ങനെയാണെന്ന് അവൾ വീണ്ടും ചോദിക്കുന്നുണ്ട്. നമ്മൾ തമ്മിൽ ഓൾറെഡി അങ്ങനെ ഒരു ബന്ധത്തിലാണോ എന്ന് അവൾ ചോദിച്ചപ്പോൾ അവൻ ഇപ്പോൾ ഒന്നും അറിയാത്തതുപോലെ എന്ത് ബന്ധത്തിലാണെന്ന് തിരിച്ചു ചോദിച്ച് അവളെ കളിയാക്കുന്നുണ്ട്. തിങ്ങാൻ ദേഷ്യപ്പെട്ട് നീ എൻ്റെ സോൾ മാനറിലേക്ക് വരാറുണ്ടായിരുന്നുവെന്ന് ചോദിക്കുന്നു. കൂടെ വരാറുണ്ടായിരുന്നുവെന്ന് അവൻ പറഞ്ഞപ്പോൾ എന്തായിരിക്കും അന്ന് നടന്നിട്ടുണ്ടാവുക എന്നൊക്കെ അവൾ മനസ്സിൽ സങ്കല്പിക്കുന്നു. അപ്പോഴാണ് തൻ്റെ മനസ്സിൻ്റെ ശബ്ദവും അവന് കേൾക്കാൻ പറ്റുമല്ലോ എന്ന് അവൾ ഓർക്കുന്നത്. അങ്ങനെ ആകെ ചമ്മലോടെ അവൾ വെള്ളത്തിനടിയിലേക്ക് തന്നെ മുങ്ങുന്നു. അവൻ പുഞ്ചിരിച്ചുകൊണ്ട് വെള്ളത്തിലേക്ക് ഇറങ്ങി അവളുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോഴേക്കും അവൾ പൊങ്ങി വരുന്നു. എനിക്ക് പക്ഷേ ആ ഓർമ്മകളൊക്കെ നഷ്ടപ്പെട്ടു പോയല്ലോ. നിൻ്റെ അടുത്ത് എൻ്റെ ഓർമ്മകൾ തിരികെ കൊണ്ടുവരാൻ ധാരാളം വഴികളുണ്ടായിരുന്നിരിക്കാം. അതായിരുന്നല്ലോ എളുപ്പവും. എന്നിട്ട് എന്താണ് നീ അങ്ങനെയൊന്നും ട്രൈ ചെയ്യാതിരുന്നതെന്ന് അവൾ ചോദിക്കുന്നു. എനിക്ക് വേണമെങ്കിൽ നിൻ്റെ ഓർമ്മകൾ തിരികെ കൊണ്ടുവരാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അങ്ങനെ അത്ര ധൃതി പിടിച്ച് നിൻ്റെ അടുത്ത് കാര്യങ്ങൾ നടത്തേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. നിനക്ക് സ്വന്തമായി തന്നെ അതെല്ലാം ഓർത്തെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നവൻ പറയുന്നു. അങ്ങനെ ഞാൻ സ്വന്തമായിട്ട് ഒരു കാലത്തും ഈ ഓർമ്മകളൊന്നും വീണ്ടെടുത്തില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമെന്ന് അവൾ ചോദിക്കുന്നു. എന്നാലും കുഴപ്പമില്ല, നമുക്ക് പുതിയ ഓർമ്മകൾ ഉണ്ടാക്കാമല്ലോ. നമ്മുടെ മുന്നിൽ ധാരാളം സമയമുണ്ടല്ലോ എന്നാണ് അവൻ പറഞ്ഞത്. തിങ്ങാൻ ഇതൊക്കെ കേട്ട് ആകെ എക്സൈറ്റഡായി നിൽക്കുകയാണ്. മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ അവൾ നന്നായി പാടുപെടുന്നു. അവനും അത് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ അവൻ അടുത്തേക്ക് നിന്ന് അവളെ കിസ് ചെയ്യുന്നു. തിങ്ങാനെ കഴിക്കാൻ ഫുഡും റെഡിയാക്കി കൊണ്ടുവന്ന ഫെങ്ഷി കുറച്ചപ്പുറത്ത് നിന്ന് ഇത് കാണുന്നുണ്ടായിരുന്നു. അവർ തമ്മിൽ കിസ് ചെയ്യുന്നത് കണ്ടതോടെ അവൻ നിരാശനായി അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നു. തിങ്ങാൻ സിമാജിയാബോയെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നുവെന്ന് അവനിപ്പോൾ നേരിട്ട് മനസ്സിലായില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ വിഷമത്തിലാണ് അവൻ. ഇപ്പോഴത്തെ ഡീമനിലോട് അവൻ്റെ അച്ഛനെയും വംശക്കാരെയും ഒക്കെ കൊന്ന സമയത്ത് മിംഗ്ലി ആയിരുന്നു സീക്രട്ടായിട്ട് അവനെ സഹായിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടുത്തി വൈറ്റ് ബോൺ അബീസിലെ നദിയിൽ കൊണ്ടിട്ടത്. അവിടെ നിന്ന് അവൻ രക്ഷപ്പെടുന്നത് അവൻ്റെ വിധി പോലെ ഇരിക്കും എന്നായിരുന്നു മിംഗ്ലി അന്ന് പറഞ്ഞത്. ആ നദിയിൽ നിന്ന് തിങ്ങാനായിരുന്നു അന്ന് അവനെ രക്ഷപ്പെടുത്തിയത്. അതിന് ശേഷം അവളുടെ സഹായത്തോടെയാണ് അവൻ ജീവിതത്തിലേക്ക് തിരികെ വന്നത്. അതുകൊണ്ട് അന്ന് മുതൽ അവൻ അവളെ ഇഷ്ടപ്പെടുകയാണല്ലോ. പക്ഷേ ഇക്കാര്യങ്ങളൊക്കെ അവളിപ്പോൾ മറന്നിരിക്കുകയാണ്. നീ ഇഷ്ടപ്പെടേണ്ടത് സിമാജിയാബോയെ അല്ല, എന്നെയാണ്. അതുകൊണ്ട് നീ അതൊക്കെ ഓർത്തേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഫെങ്ഷി മുമ്പ് ഗോസ്റ്റും മിംഗ്ലിയും ഒക്കെ ആവശ്യപ്പെട്ടതുപോലെ അവരെ സഹായിക്കാനായി പുറപ്പെടുന്നു. എന്നാലല്ലേ തിങ്ങാൻ്റെ ഓർമ്മകൾ തിരികെ കിട്ടുകയുള്ളൂ. അതാണ് അവൻ്റെ ലക്ഷ്യം. ഗോസ്റ്റിൻ്റെ സഹായത്തോടെ ഫെങ്ഷി മിംഗ്ലിയുമായി മീറ്റ് ചെയ്യുന്നു. ചെറുപ്പത്തിൽ മിംഗ്ലി അവനെ രക്ഷപ്പെടുത്തിയതിന് ശേഷം അവർ തമ്മിൽ കാണുന്നത് ഇതാദ്യമായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് തിങ്ങാൻ്റെ ഓർമ്മകൾ തിരികെ കൊണ്ടുവരാൻ തന്നെ സഹായിക്കുന്നതെന്ന് ഫെങ്ഷി ചോദിക്കുന്നു. സിമാജിയാബോയെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട് അവളെ ഉപയോഗിക്കുകയാണ് തൻ്റെ ലക്ഷ്യമെന്ന് മിംഗ്ലി പറയുന്നത്. പഴയ ഡീമനിലോട് തിരികെ വരാൻ ആഗ്രഹിക്കുന്നതും അതിനു വേണ്ടിയിട്ട് സിമാജിയാബോയെ കൊന്ന് അവൻ്റെ ബ്ലഡ് കൊണ്ട് ഒരു ബ്ലഡ് സാക്രിഫൈസ് നടത്തേണ്ടതിൻ്റെ ആവശ്യവും ഒക്കെ മിംഗ്ലി അവനോട് വിശദമായി പറയുന്നുണ്ട്. ആ ചടങ്ങ് പൂർത്തിയാക്കാൻ ഫെങ്ഷിയുടെ സഹായം ആവശ്യമുള്ളതിനെ പറ്റിയും മിംഗ്ലി പറയുന്നുണ്ട്. അന്ന് മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ തന്നെ സഹായിച്ചത് മിംഗ്ലിയാണല്ലോ. അതുകൊണ്ട് തന്നെ ഫെങ്ഷി സഹായിക്കാമെന്ന് അയാൾക്ക് ഉറപ്പ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ മിംഗ്ലി ഓർഡർ നൽകിയതനുസരിച്ച് അവൻ ഒരാളെ തിങ്ങാൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ട് ചെല്ലുന്നുണ്ട്. തിങ്ങാന് അയാളെ നേരത്തെ മാർക്കറ്റിൽ വെച്ച് പരിചയമുണ്ട്. അയാളാണ് അവളെ ഗ്രീൻ റെയിൻ വാലിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാമെന്ന് മുമ്പ് പറഞ്ഞത്. അതിനുള്ള പണം ഇതുവരെ ഒക്കാത്തതുകൊണ്ടാണല്ലോ അവൾക്ക് അങ്ങോട്ടേക്ക് പോകാൻ സാധിക്കാഞ്ഞത്. ഇപ്പോൾ അവളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ തയ്യാറാണ്. അവൾ ഗ്രാൻഡ് മാസ്റ്ററുടെ
പ്രിയതമയാണ് എന്ന് മുമ്പ് അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് അന്ന് അങ്ങനെയൊക്കെ സംസാരിച്ചത്. ഇപ്പോൾ അവൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ഗ്രീൻ റെയിൽ വാലിയിലേക്ക് പോകാവുന്നതാണ്. മാത്രമല്ല അവളുടെ മാസ്റ്ററും അവിടെ ഉണ്ട് എന്നൊക്കെ ആ വന്നയാൾ അറിയിക്കുന്നു. തനിക്ക് അങ്ങനെ ഒരു മാസ്റ്റർ ഉള്ളതിനെ പറ്റി തിങ്ങാൻ അറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവളിങ്ങനെ സംശയിച്ച് നിൽക്കുമ്പോഴാണ് അത് ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സിമാജിയാവോ അങ്ങോട്ടേക്ക് വന്നത്. കാരണം അവളുടെ മാസ്റ്ററെ അവന് നേരിട്ട് പരിചയമുണ്ടല്ലോ. മാത്രമല്ല അവളുടെ നല്ലതിനു വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ള നല്ലവനാണ് മാസ്റ്റർ എന്നും സിമാജിയാവോയ്ക്ക് നേരിട്ട് അറിയാവുന്നതുമാണ്. ആ വന്നയാൾ നേരിട്ട് സിമാജിയാവോയെയും തിങ്ങാനെയും ഒരുമിച്ച് ഗ്രീൻ റെയിൽ വാലിയിലേക്ക് ക്ഷണിക്കുന്നു. എങ്കിൽ പിന്നെ ഒരു വെക്കേഷന് പോയേക്കാമെന്ന് തിങ്ങാൻ ആഗ്രഹം പറയുന്നുണ്ട്. അതുകൊണ്ട് സിമാജിയാവോയും കൂടെ ചെല്ലാമെന്ന് സമ്മതിക്കുന്നു. അങ്ങനെ തിങ്ങാനും റോളിങ്ങും സിമാജിയാവോയും നിഞ്ചുവും എല്ലാം കൂടി ഫെങ്ഷിക്കും മറ്റേ ആളിനുമൊപ്പം ഗ്രെയിൻ റെയിൻ വാലിയിലേക്ക് പോകുന്നു. തിങ്ങാൻ്റെ സങ്കല്പത്തിലുണ്ടായിരുന്നത് പോലെ വളരെ മനോഹരമായൊരു സ്ഥലമായിരുന്നു അത്. അവിടെ എത്തിയപ്പോൾ തന്നെ അവൾ നല്ല ഹാപ്പി ആവുന്നുണ്ട്. നേരത്തെ അറിഞ്ഞിരുന്നത് പോലെ തിങ്ങാൻ്റെ മാസ്റ്ററും ഒരു സീനിയറും അവിടെ ഉണ്ടായിരുന്നു. തിങ്ങാനെ കണ്ടുകൊണ്ട് അവർ അവളുടെ അടുത്തേക്ക് വരുന്നു. പക്ഷേ അവൾക്ക് അവരെ കണ്ടിട്ട് ആദ്യം മനസ്സിലാവുന്നില്ല. പറഞ്ഞപ്പോഴാണ് അതാണ് തൻ്റെ മാസ്റ്റർ എന്ന് അവൾ അറിയുന്നത്. ഈ 18 വർഷങ്ങൾ കൊണ്ട് അവൾ തന്നെ മറന്നുപോയെന്ന് മാസ്റ്റർ അമ്പരപ്പോടെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ മറന്നതല്ല, എൻ്റെ ഓർമ്മകൾ ചില പ്രത്യേക സാഹചര്യത്തിൽ നഷ്ടപ്പെട്ടു പോയി എന്നൊക്കെ തിങ്ങാൻ പറയുന്നു. സിമാജിയാവോയെ കണ്ടപ്പോൾ അവനോടും അദ്ദേഹം റെസ്പെക്റ്റ് കാണിക്കുന്നുണ്ട്. എന്തായാലും തിങ്ങാനൊക്കെ ആദ്യമായി അങ്ങോട്ടേക്ക് വന്നതല്ലേ, അതുകൊണ്ട് വൈകിട്ടൊരു വിരുന്നൊരുക്കുന്നതിനെ പറ്റി മാസ്റ്റർ പറയുന്നു. അവൾക്ക് കൂടി ഇഷ്ടമുള്ള രീതിയിലുള്ള ഫുഡ് ഉണ്ടാക്കാൻ അവർ തീരുമാനിക്കുന്നുണ്ട്. തിങ്ങാനോട് അവിടെയൊക്കെ നടന്ന് കാണാൻ പറഞ്ഞിട്ട് സിമാജിയാവോ മാസ്റ്ററെയും മറ്റേ സീനിയറിനെയും അതേപോലെ തന്നെ അവിടുത്തെ കാര്യങ്ങൾ നോക്കി നടത്തുന്ന പ്രധാനപ്പെട്ട 3 തലവന്മാരെയും ഒരു സ്ഥലത്തേക്ക് വിളിപ്പിച്ച് അവരുടെ മേൽ ട്രൂത്ത് സ്പെല്ല് പ്രയോഗിച്ച് അവരെന്തെങ്കിലും ഒളിപ്പിക്കുന്നുണ്ടോ എന്ന് സെർച്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ അവർക്കാർക്കും ദുരുദ്ദേശമൊന്നുമില്ല എന്ന് അവന് നേരിട്ട് ബോധ്യപ്പെടുന്നു. അങ്ങനെ തിങ്ങാൻ്റെ സന്തോഷത്തിന് വേണ്ടി അവൻ അവിടെ സ്റ്റേ ചെയ്യാൻ തന്നെ തീരുമാനിക്കുന്നു. എപ്പോഴാണ് തിരികെ പോകുന്നതെന്ന് അവൾ ചോദിച്ചപ്പോൾ അവൾക്ക് ഇഷ്ടമുള്ള അത്ര സമയം അവിടെ സ്റ്റേ ചെയ്തോളാൻ അവൻ സമ്മതം നൽകുന്നുണ്ട്. ഇപ്പോൾ അവളുടെ സ്വഭാവം പതിയെ ആദ്യം അവൻ അവളെ മീറ്റ് ചെയ്ത സമയത്തേതുപോലെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതും അവനെ സന്തോഷിപ്പിക്കുന്നു. മുമ്പുണ്ടാക്കിയ മരുന്ന് പോലെ കുറച്ച് കാൻഡീസ് ഉണ്ടാക്കി അവൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. വെറുതെ ഇരിക്കുമ്പോൾ കഴിക്കാമെന്ന് പറഞ്ഞ് അവനത് അവൾക്ക് നൽകുന്നു. അതിൽ നിന്ന് കുറച്ചെടുത്ത് കഴിച്ചിട്ട് ബാക്കി പിന്നീട് എപ്പോഴെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞ് അവൾ സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. അവൾ ആവശ്യപ്പെട്ടതുപോലെ മാസ്റ്ററും ബാക്കിയുള്ളവരും കൂടി അവിടെ ഒരു വിരുന്ന് തന്നെ റെഡിയാക്കുന്നു. സിമാജിയാവോയ്ക്കൊപ്പമാണ് അവൾ അവിടെ പോയിരുന്ന ഫുഡൊക്കെ കഴിക്കുന്നത്. കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവൾക്ക് പുതിയ ഓരോ ഐറ്റംസ് വീണ്ടും കൊണ്ടുവന്ന് അവളെ കൊണ്ട് നിർബന്ധിച്ച് 2 പേർ കഴിപ്പിക്കുന്നുണ്ടായിരുന്നു. അവസാനം മാസ്റ്റർക്ക് അവിടേക്ക് വന്ന് അവരെ 2 പേരെയും ഓടിച്ചു വിടേണ്ടി വരുന്നുണ്ട്. ഇതിനിടയിലാണ് ഫെങ്ഷി കുറച്ച് വൈനുമായി തിങ്ങാൻ്റെ അടുത്തേക്ക് വന്നിട്ട് അവളോടൊപ്പം വൈൻ കഴിക്കാനായി തുടങ്ങിയത്. പക്ഷേ സിമാജിയാവോ അതിന് സമ്മതിക്കാതെ അവളുടെ കയ്യിൽ നിന്ന് ഗ്ലാസ് വാങ്ങി അവനാണ് അത് കുടിച്ചത്. അങ്ങനെ ഫെങ്ഷി അവിടെ നിന്ന് തിരികെ പോകുന്നു. സിമാജിയാവോയും തിങ്ങാനും വീണ്ടും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇടയിൽ മാസ്റ്റർ ഒരു പ്രത്യേക ഡിഷുമായി അവളുടെ അടുത്തേക്ക് വരുന്നു. അവളത് കഴിച്ചു കഴിഞ്ഞപ്പോൾ അവളുടെ കാലിലെ ആംഗ്ലേറ്റ് ഒന്ന് തിളങ്ങുന്നുണ്ട്. അതിനുശേഷം സിമാജിയാവോയ്ക്ക് എന്തോ അസ്വസ്ഥത അനുഭവപ്പെടാൻ തുടങ്ങുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് അവന് മനസ്സിലാവുന്നില്ല. 2 സ്പിരിറ്റ് ഫയർ ഉള്ളിലുള്ളതുകൊണ്ട് തന്നെ അവനിപ്പോൾ അല്ലെങ്കിലും നല്ല ബുദ്ധിമുട്ടുണ്ട്. അവൻ ഇതുവരെ തിങ്ങാനെ അത് അറിയിച്ചിട്ടില്ല എന്ന് മാത്രം. നിഞ്ചു അവൻ്റെ ഈ അസ്വസ്ഥത ശ്രദ്ധിച്ച് അവൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. പക്ഷേ തിങ്ങാൻ ശ്രദ്ധിച്ചാലോ എന്ന് കരുതി നിഞ്ചുവിനെ പറഞ്ഞയച്ചിട്ട് സിമാജിയാവോ അവിടെ നിന്ന് എഴുന്നേറ്റ് അകത്തേക്ക് പോകുന്നു. അകത്ത് ചെന്നിട്ടും അവന് നന്നായി ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. തിങ്ങാൻ ഇതൊന്നും അറിയാതെ അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുകയും വൈൻ കഴിക്കുകയും ഒക്കെയാണ്. ഇടയ്ക്ക് മാസ്റ്റർ അവളുടെ അടുത്തേക്ക് വന്നിരുന്ന് അവിടെ വന്നതിന് ശേഷം ആ സ്ഥലം ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ അന്വേഷിക്കുന്നു. അവൾ അതിന് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഫെങ്ഷി അങ്ങോട്ടേക്ക് വന്നത്. അങ്ങനെ മാസ്റ്റർ എഴുന്നേറ്റ് പോകുന്നുണ്ട്. അവൾക്ക് ഈ സ്ഥലം ശരിക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സ്ഥിരമായി അവിടെ താമസിക്കുന്നതിനെ പറ്റി ഫെങ്ഷി പറയുന്നുണ്ടെങ്കിലും അപ്പോൾ നീ മറ്റേ പെൺകുട്ടിയെ അന്വേഷിച്ച് കണ്ടെത്തുന്നില്ലേ എന്ന് തിങ്ങാൻ ചോദിക്കുന്നു. അത് അവളാണെന്ന് അവൾക്കിപ്പോൾ അറിയില്ലല്ലോ. അധികം വൈകാതെ എനിക്ക് അവളെ കണ്ടെത്താൻ സാധിക്കും, നിനക്കും അത് മനസ്സിലാവും എന്നൊക്കെയാണ് ഫെങ്ഷി പറഞ്ഞത്. എന്തായാലും തിങ്ങാൻ അതിനോട് കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കാതെ മാസ്റ്ററോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. ഈ സമയത്ത് റോളിങ് അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നുണ്ട്. തിങ്ങാൻ സിമാജിയാവോയെ ആത്മാർത്ഥമായി തന്നെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് ഫെങ്ഷി അവളെ ഒരു ഫ്രണ്ടായി മാത്രം കാണുന്നതായിരിക്കും അവന് നല്ലത് എന്ന് റൂളിങ് അവന് മുന്നറിയിപ്പ് കൊടുക്കുന്നു. പക്ഷേ അങ്ങനെ ഉറപ്പിച്ച് തീരുമാനിക്കാൻ സമയമായിട്ടില്ല, അതിന് ഇനിയും സമയമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഫെങ്ഷി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. ഈ സമയത്ത് നിഞ്ചു റൂളിങ്ങിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. റൂളിങ് ഇതുവരെ അവന് ഗ്രീൻ ഫ്ലാഗ് കാണിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് കുറച്ച് സമയം ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തനിക്കൊപ്പം നടക്കാൻ വരുന്നുവെന്ന് നിഞ്ചു അവളോട് ചോദിക്കുന്നു. റൂളിങ് അത് സമ്മതിച്ച് അവൻ്റെ കൂടെ ചെല്ലാനായി എഴുന്നേൽക്കുന്നു. തിങ്ങാൻ ഈ സമയം തനിച്ച് നടക്കുകയായിരുന്നല്ലോ. അത്യാവശ്യം നന്നായി അവൾ ഫിറ്റായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് വീഴാൻ തുടങ്ങുന്നു. ആ സമയത്ത് ഫെങ്ഷി ഓടിച്ചെന്ന് അവളെ താങ്ങി പിടിക്കുന്നുണ്ട്. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ കുറച്ച് വൈനേ കുടിച്ചുള്ളൂ, പിന്നെന്താണ് ഇങ്ങനെ ആയതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറഞ്ഞ് തിങ്ങാൻ അവനെ പിടിച്ച് മാറ്റുന്നുണ്ട്. അവൾക്ക് ഈ സ്ഥലം മുമ്പ് കണ്ടതായി ഓർമ്മയുണ്ടോ, ഇവിടെ മുമ്പ് വന്നിട്ടുള്ളതായി തോന്നുന്നുണ്ടോ എന്നൊക്കെ ഫെങ്ഷി അവളോട് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ എനിക്ക് ഒന്നും ഓർക്കാനോ ചിന്തിക്കാനോ ഉള്ള അവസ്ഥയല്ല എന്ന് പറഞ്ഞ് തിങ്ങാൻ അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നു. അവൻ കൊണ്ടുവിടാമെന്ന് പറയുന്നുണ്ടെങ്കിലും അവൾ വേണ്ടെന്ന് പറഞ്ഞ് തനിച്ചാണ് പോയത്. സിമാജിയാവോ സ്പിരിറ്റ് ഫാൻ്റെ ടോർച്ചറിങ് കാരണം അവിടെ അടുത്തുള്ള ഒരു പൂളിലുണ്ടായിരുന്നു. തിങ്ങാനും അങ്ങോട്ടേക്കാണ് ചെന്നത്. അവനെ കണ്ടുകൊണ്ട് അവൾ അവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു.
വെള്ളത്തിലേക്ക് ഇറങ്ങി കയ്യിലിരിപ്പുണ്ടായിരുന്ന ഒരു റോസാപ്പൂവൊക്കെ അവൻ്റെ തലയിൽ വെച്ചു കൊടുത്തിട്ട് അവൾ അങ്ങനെ നിൽക്കുകയാണ്. അത് കണ്ടപ്പോൾ സിമാജിയാവോ അറിയാതെ പുഞ്ചിരിക്കുന്നു. നീ എപ്പോഴും ഇങ്ങനെയാണോ? എൻ്റെ മുഖത്തേക്ക് കുറേ സമയം നോക്കി നിന്നിട്ട് നീ എപ്പോഴും പുഞ്ചിരിക്കാറുണ്ടോ എന്ന് അവൾ ചോദിക്കുന്നു. അപ്പോഴാണ് താൻ ചിരിച്ചു എന്ന് തന്നെ അവൻ തിരിച്ചറിയുന്നത്. നിന്റെ അടുത്തായിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ആയിരിക്കണം എന്നവൻ പറയുന്നു. നിന്റെ ശീലങ്ങളിൽ പലതും മാറിയിട്ടുണ്ടെങ്കിലും നീ പഴയ തിങ്ങാൻ തന്നെയാണെന്ന് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. നീ എത്രയൊക്കെ മാറിയാലും നിന്റെ സോൾ ഇവിടെ ഉള്ളിടത്തോളം കാലം, ഇനി ഈ സോൾ ഇവിടെ നിന്ന് പോയി മറ്റെവിടെയെങ്കിലും ജനിച്ചാൽ പോലും എനിക്ക് നിന്നെ തിരിച്ചറിയാൻ കഴിയുമെന്ന് ഉറപ്പുണ്ട് എന്നവൻ പറയുന്നുണ്ട്. നിനക്കിത്ര ഉറപ്പുണ്ടെങ്കിൽ എനിക്കും നിന്നെ തിരിച്ചറിയാൻ കഴിയുമെന്ന് എനിക്കും ഇപ്പോൾ വിശ്വാസം തോന്നുന്നുണ്ട് എന്ന് അവളും പറയുന്നു. റൊമാൻറ്റിക്കായി സംസാരിച്ച് രണ്ടുപേരും കൂടി കിസ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് മയങ്ങിപ്പോയ തിങ്ങാനെ സിമാജിയാവോ കയ്യിലെടുത്തുകൊണ്ടാണ് അകത്തേക്ക് കൊണ്ടുപോയത്. പക്ഷേ അവിടെ കൊണ്ട് കിടത്തിയപ്പോഴും എനിക്ക് നന്നായി തണുക്കുന്നു എന്ന് അവൾ ഉറക്കത്തിൽ പറയുന്നുണ്ടായിരുന്നു. തൊട്ട് നോക്കിയപ്പോൾ അവൾക്ക് തണുപ്പുള്ളതായി അവനും ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ അന്ന് തണുപ്പുള്ള ദിവസമായിരുന്നില്ല. പിന്നെ എങ്ങനെയാണ് അവളുടെ ഉള്ളിൽ ഇത്രയും തണുത്ത എനർജി വന്നതെന്ന് അവന് മനസ്സിലാവുന്നില്ല. നിഞ്ചു ഈ സമയം റൂളിങ്ങിനെ കൊണ്ട് അവിടെയൊക്കെ ചുറ്റും നടക്കുകയായിരുന്നല്ലോ. അങ്ങനെ പോകുന്ന കൂട്ടത്തിലാണ് തിങ്ങാൻ്റെ മുറിയിലേക്ക് കൊണ്ടുപോകാനായി അവിടെയുള്ളൊരു ശിഷ്യൻ കുറച്ച് പൂക്കളുമായി പോകുന്നതും അവളുടെ സീനിയറായിട്ടുള്ള മറ്റേ ശിഷ്യൻ അയാളെ പിടിച്ചു നിർത്തിയിട്ട് ആ പൂക്കൾ എന്തോ മാജിക്ക് പ്രയോഗിക്കുന്നതും കണ്ടത്. അങ്ങനെ അവർ അവിടേക്ക് നിന്ന് എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് അന്വേഷിക്കുന്നു. ആ പൂക്കളൊക്കെ പറിച്ചെടുത്തതുപോലെ അങ്ങനെ കൊണ്ടു കൊടുക്കാൻ പറ്റില്ല, വൃത്തിയാക്കിയ ശേഷം മാത്രമേ അകത്തേക്ക് കൊണ്ടുപോകാവൂ എന്നാണ് ഇവിടുത്തെ റൂൾ എന്ന് ആ സീനിയർ പറയുന്നു. ആരാണ് അങ്ങനെ ഒരു റൂൾ ഉണ്ടാക്കിയെന്ന് ചോദിച്ചിട്ട് അവൻ അതിനെപ്പറ്റി അറിയാമായിരുന്നില്ല. പക്ഷേ ഈ പൂക്കൾ കണ്ടിട്ട് ഞങ്ങൾക്ക് കുഴപ്പമൊന്നും തോന്നുന്നില്ല, തിങ്ങാനിത് ഇഷ്ടപ്പെടാനാണ് സാധ്യത, പിന്നെ ഇത് വൃത്തിയാക്കേണ്ട ആവശ്യം എന്താണ് എന്നൊക്കെ റൂളിങ് ചോദിക്കുന്നുണ്ട്. അതിനെപ്പറ്റിയും അവൻ അറിയില്ല. ഇവിടെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതുപോലെ റൂൾ അനുസരിച്ച് വൃത്തിയായിട്ട് തന്നെ വേണം എന്നാണ് സീനിയർ പറഞ്ഞത്. നിഞ്ചുവിനും റൂളിങ്ങിനും ഇത് തമാശയായിട്ടാണ് തോന്നിയത്. അതുകൊണ്ട് അവരെ കളിയാക്കിയിട്ട് അവർ അവിടെ നിന്ന് പോകുന്നു. അടുത്ത ദിവസം രാവിലെ തിങ്ങാൻ ഉണർന്നപ്പോഴും സിമാജിയാവോ അവളുടെ ബെഡിനടുത്തായി തന്നെ ഇരുന്ന് മയങ്ങുന്നുണ്ടായിരുന്നു. അവൾ ഉണർന്നറിഞ്ഞ് അവനും ഉണരുന്നു. ഇന്നലെ രാത്രി നന്നായി ഉറങ്ങാൻ പറ്റിയില്ല, പെട്ടെന്ന് ഭയങ്കരമായി തണുപ്പ് അനുഭവപ്പെടുന്നത് പോലെ ഫീൽ ചെയ്യുകയായിരുന്നു എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. അങ്ങനെ അവളുടെ തണുപ്പ് ഇത്ര പെട്ടെന്ന് കൂടിയതിന് പിന്നിൽ എന്തെങ്കിലും കാരണം ഉണ്ടായിരിക്കാനാണ് സാധ്യത. ഇന്നലെ ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയതിനു ശേഷം അസ്വാഭാവികമായി എന്തെങ്കിലും സംഭവിച്ചിരുന്നു എന്ന് അവൻ തിരക്കുന്നു. പക്ഷേ അങ്ങനെ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചതായി തിങ്ങാൻ ഓർമ്മയില്ല. പക്ഷേ ഫെങ്ഷി തന്നോട് പറഞ്ഞ കാര്യങ്ങൾ അവൾ അവനോട് പറയുന്നു. ഈ സ്ഥലത്ത് മുമ്പ് വന്നിട്ടുണ്ടെന്നും ഇതെനിക്ക് നേരത്തെ അറിയാവുന്ന സ്ഥലമാണ് എന്നുമൊക്കെ ഫെങ്ഷി പറഞ്ഞിരുന്നു. എന്താണ് അതിൻ്റെ അർത്ഥമെന്ന് എനിക്ക് മനസ്സിലായില്ല എന്ന് അവൾ പറയുന്നു. എങ്കിൽ പിന്നെ ഫെങ്ഷിയോട് അതിനെപ്പറ്റി നേരിട്ട് ചോദിക്കാം എന്ന് പറഞ്ഞ് സിമാജിയാവോ അതിനായി എന്നിട്ട് പോവാൻ തുടങ്ങുന്നുണ്ട്. പക്ഷേ തിങ്ങാൻ അവനെ തടയുന്നു. ട്രൂത്ത് സ്പെല്ല് പ്രയോഗിച്ച് ഫെങ്ഷിയുടെ അടുത്ത് നിന്ന് സത്യം അറിയാമെന്നായിരുന്നു സിമാജിയാവോ വിചാരിച്ചത്. പക്ഷേ അവർ തമ്മിൽ ഇപ്പോൾ തന്നെ ഇഷ്യൂസ് ഉള്ള സ്ഥിതിക്ക് അവൻ നേരിട്ട് പോയി ചോദിച്ചാൽ ശരിയാവില്ല. അതുകൊണ്ട് ഫെങ്ഷിയുമായി താൻ സംസാരിക്കാമെന്ന് തിങ്ങാൻ പറയുന്നു. സിമാജിയാവോ സമ്മതിക്കുന്നുണ്ട്.